വന്യജീവികളെ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ സർക്കാരും വനംവകുപ്പും പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്ന് UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. പോലീസിനെ കൊണ്ട് ജനപ്രതിനിധികളെ തല്ലിച്ചതച്ചും ജനങ്ങളെ പെരുവഴിയിൽ ഓടിച്ചിട്ട് മർദ്ദിച്ചും ജനകീയ സമരങ്ങളെ ഞെക്കിക്കൊല്ലുവാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രി ജനാധിപത്യത്തിന്റെ അന്തഹനായി മാറിയിരിക്കുകയാണെന്നും ജോയി വെട്ടിക്കുഴി വിമർശിച്ചു. വന്യജീവികളുടെ ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളും നടത്തുന്ന സമരങ്ങളെ തല്ലിച്ചതച്ചും നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തും അവയൊക്കെ ഭീഷണിപ്പെടുത്തി ഇല്ലെന്നാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ അപഹാസ്യമാണ്. ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യാൻ തയ്യാറാവണം. ഈ വന്യമൃഗങ്ങളെ അവയെ വനത്തിലും അതോടൊപ്പം തന്നെ സംരക്ഷണ മേഖലയിലുമായി അവയുടെ സംരക്ഷണം പരിമിതപ്പെടുത്തണം. അവരുടെ ഈ വന്യമൃഗങ്ങളുടെ ഒരു ഉപദ്രവം ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ കൃഷിക്കും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം അത് ഗവൺമെൻറ്റിൻ്റെതാണ്. മൃഗത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് കാണിക്കുന്ന തീഷ്ണത മനുഷ്യനെ സംരക്ഷിക്കുന്ന കാര്യത്തിലും അതോടൊപ്പം തന്നെ അവൻ്റെ കൃഷി സംരക്ഷിക്കുന്ന കാര്യത്തിലും ഗവൺമെൻറ് കാണിക്കണം. അപ്പോൾ വനത്തിൽ കയറുകയോ അതോടൊപ്പം തന്നെ മൃഗത്തെ വേട്ടയാടുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളെ, അതോടൊപ്പം തന്നെ ഒരു കാട്ടിറച്ചി ആരുടെയും കയ്യിൽ വന്നിട്ടുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ പോയി പിടിച്ച് അവരെയൊക്കെ കാരാഗ്രഹത്തിലാക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന ഒരു തീവ്രതയും തീക്ഷ്ണതയും എത്ര വലുതാണ്. എന്നാൽ മനുഷ്യനെ പിടിച്ചുകൊണ്ടുപോകുന്നത്, മനുഷ്യനെ കൊല്ലുന്ന, മനുഷ്യനെ പിടിച്ച് തിന്നുന്ന, നമ്മൾ വയനാട്ടിൽ നമ്മൾ കണ്ടതാണ്. പുല്ല് ചെത്താൻ പോയ യുവാവിൻ്റെ ഒരു കാല് മുഴുവനും ഒരു പുലി വന്ന് കടിച്ച് തിന്നിട്ട് ഒരു കാലും ബാക്കി ചത്ത ശരീരവുമായി പറമ്പിൽ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ശവശരീരം എത്രയോ ദാരുണമായ ഒരു കാഴ്ചയാണ്. ഈ ഗവൺമെൻറ് ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന എത്ര കഷ്ടമാണ്. ഇതുപോലെ ദാരുണമായി മനുഷ്യനെ തിന്നു കൊല്ലുന്ന, ആക്രമിച്ചു കൊല്ലുന്ന, ആനകൾ വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യനെ ചുറ്റിപ്പിടിച്ച് നിലത്ത് അടിച്ചു കൊല്ലുന്ന ഇത്രയും ദാരുണമായ വളരെ പൈശാചികമായ രീതിയിൽ ആളുകളെ കൊല്ലുന്നത് ഇത് ഗവൺമെൻറ് കണ്ടില്ല എന്ന് നടിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഇതിന് കാരണക്കാരായതിപ്പോൾ 1972 വനം നിയമത്തിൽ മനുഷ്യജീവന് ഭീഷണിയായി വരുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുവാൻ ഉത്തരവിടുന്നതിന് ഫോറസ്റ്റ് വാർഡിന് അധികാരം കൊടുത്തിട്ടുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് ഈ മനുഷ്യനെ പിടിക്കുന്നതിന് വേണ്ടി നമുക്കറിയാം, ഇന്നിപ്പം കക്കയത്തെ നമ്മൾ പത്രത്തിൽ വായിച്ച് കഴിഞ്ഞ 3 ദിവസമായി അവിടെ ഇറങ്ങി നിൽക്കുന്ന കാട്ടുപോത്താണ്. ആ കാട്ടുപോത്ത് ഇറങ്ങിയപ്പോൾ തന്നെ അതിനെ വെടിവെച്ച് കൊന്നിരുന്നെങ്കിൽ ഒരു മനുഷ്യജീവൻ സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു. വനത്തിന് പുറത്തേക്ക് വരുന്ന മനുഷ്യന് ഭീഷണിയായിട്ട് വരുന്ന ഏതൊരു കാട്ടുമൃഗത്തെയും വെടിവെച്ച് കൊല്ലുവാൻ ഫോറസ്റ്റുകാർ തയ്യാറാവണം, അല്ലെങ്കിൽ അതിനുള്ള അനുമതി ജനങ്ങൾക്ക് നൽകണം. ആ ഒരു നിലയിൽ നമുക്കറിയാം, നമ്മൾ ഈ ഹൈറേഞ്ച് പ്രദേശങ്ങളിലൊക്കെ ആളുകൾ താമസിച്ചുകൊണ്ടിരുന്ന നമ്മുടെ പറമ്പുകളിൽ വന്ന് കപ്പയുടെ ഇടയിലും അതോടൊപ്പം ഒക്കെ കയറുന്ന പന്നികളെയും മുള്ളനെയും ഒക്കെ പിടിക്കാൻ വേണ്ടി കുടുക്കും കാര്യങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ എല്ലാ കാലവും കൃഷി നടത്തിയിട്ടുള്ളത്. ആ ഒരു നിലയിൽ നമ്മുടെ പറമ്പിടങ്ങളിലേക്ക് കടന്നു വരുന്ന കാട്ടുമൃഗങ്ങൾ നമ്മുടെ കൃഷിക്ക് ഹാനികരമായി വരികയാണ് എങ്കിൽ അവയെ പിടിക്കുവാനും അവയെ കൊല്ലുവാനുമുള്ള ഒരു അനുവാദം കൃഷിക്കാർക്ക് നൽകണം. അതല്ലാതെ ഇത് മുമ്പോട്ട് പോകാനായിട്ട് കഴിയില്ല. വനം മന്ത്രി എന്ന് പറയുന്ന ഇതുപോലെ ഒരു നിർഗുണ പരബ്രഹ്മം, അയാളിങ്ങനെ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കാനായിട്ടൊരു മന്ത്രിയുടെ ആവശ്യമുണ്ടോ? ഇവിടെ ജനങ്ങളെയും അതോടൊപ്പം തന്നെ അവരുടെ കൃഷിയെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു ഗവൺമെൻറ് വേണ്ടത്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രി വേണ്ടത്. അദ്ദേഹം ഇനി എന്തിനാണ് അടുത്ത ദിവസം ഇവിടെ ഇടുക്കിയിലേക്ക് വരുന്നത് എന്നറിയത്തില്ല. ആളുകൾ ചത്തു കഴിയുമ്പോൾ കളക്ടറേറ്റിൽ വന്നൊരു യോഗം വിളിച്ചിട്ട് അയാൾ ഒരു പ്രസ്താവന നടത്തിയിട്ട് അങ്ങ് പോകുന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ല. മുഖ്യമന്ത്രിയാണ് എങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് അദ്ദേഹം അറിയുന്നേയില്ല. ഇത്രയധികം ആളുകൾ മരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ നാവ് ഇതുവരെയും ഇതിൻ്റെ നടപടിയെപ്പറ്റി പറയാൻ വേണ്ടി പൊങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത്രയും ആളുകളുടെ ജീവൻ ഒരു വിലയും കൊടുക്കാത്ത ഒരു മുഖ്യമന്ത്രി. അതുകൊണ്ട് ഈ ഒരു സ്ഥിതി മാറിയേ മതിയോ. ഇതിനൊരു പരിഹാരമുണ്ടാകണമെങ്കിൽ നിയന്ത്രിത വേട്ട അനുവദിച്ചു എങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും അനുവർത്തിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാട്ടിൽ ആ കാടിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിലെ ഏതെങ്കിലും മൃഗങ്ങൾ പെറ്റുപെരുകി വളർന്നിട്ടുണ്ട് എങ്കിൽ അങ്ങനെ അധികമായി വരുന്നിട്ടുള്ള ആ മൃഗങ്ങളെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അതിനെ വെടിവെച്ച് കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി കൊടുക്കണം.
എല്ലായിടത്തും അത് ചെയ്യുന്നതാണ്, ഇവിടെയും അത് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ സംരക്ഷണം എന്ന് പറയുന്നത് ഏതെങ്കിലും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ മൃഗങ്ങൾക്ക് മാത്രമേ സംരക്ഷണത്തിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കിയുള്ളതിന് സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ല. കാട്ടുപന്നിയെ നമ്മൾ സംരക്ഷിക്കേണ്ട കാര്യമല്ല ഉണ്ടോ? എന്തോരമാണ് പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുന്നത്. കുരങ്ങ്, മനുഷ്യന് വഴിയെ നടക്കാൻ പറ്റത്തില്ല, എന്തോരമാണ് പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ യാതൊരു നിയന്ത്രണവുമില്ലാതെ പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുന്ന മൃഗങ്ങൾക്ക് എന്തിനാ സംരക്ഷണം കൊടുക്കേണ്ട ആവശ്യം? അപ്പോൾ അതുകൊണ്ട് ഒരു നിയന്ത്രിത വേട്ട അനുവദിച്ച് ഇതിനെയൊക്കെ പിടിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ല എങ്കിൽ നമുക്കിതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. റെജി ലൈവ് ഇവന്റ്സ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.